ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടാപ്പ് സ്വാപ്പിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള അപ്ഡേറ്റിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒട്ടനവധി ആളുകൾ ടാപ്പ് സ്വാപ്പിൽ മൈനിങ് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാവർക്കും സന്തോഷമാകുന്ന തരത്തിലുള്ള ഒരു ന്യൂസാണ് ഇപ്പം നമുക്ക് ടാപ്പ് സ്വാപ്പിനെ കുറിച്ച് കിട്ടിയിട്ടുള്ളത്. ആ ഒരു ന്യൂസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മൾ ലൈക്ക് ടാർഗറ്റ് ഒന്നും വെക്കുന്നില്ല. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. റീസെൻറ്റ് ഡേയ്സിൽ വളരെയധികം കോൺട്രവേഴ്സിയിലൊക്കെ പെട്ടുപോയിട്ടുള്ളായിരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു നമ്മുടെ ഈ ഒരു ടാപ്പ് സ്വാപ്പ് എന്ന് പറയുന്നത്. ഇവർ ആദ്യം സൊലാന ബ്ലോക്ക് ചെയിനിലാണ് ലോഞ്ച് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സൊലാന അവരെ തഴഞ്ഞു. അതിനുശേഷം ഇവർ വീണ്ടും പുതിയൊരു ബ്ലോക്ക് ചെയിനിൽ അവർ ലോഞ്ച് ചെയ്യും, അതിന് അനൗൺസ്മെൻറ്റ് നടത്തും എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ബൈനാൻസിൽ ഇവർ പുതിയ ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. അപ്പം തന്നെ ബൈനാൻസിൻ്റെ സപ്പോർട്ട് ടീം പറഞ്ഞു ടാപ്പ് സ്വാപ്പുമായിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധമില്ല, അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുതെന്ന്. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു ഡൗട്ടിൽ ബൈനാൻസിൻ്റെ ടീം ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നു. ടാപ്പ് സ്വാപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അഫിലിയേറ്റ് ആണ്, നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്യാം, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ബൈനാൻസിൻ്റെ ഭാഗത്തു നിന്നും അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും ഇതിനകത്ത് കൺഫർമേഷൻ വരാണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പുതിയ ബ്ലോക്ക് ചെയിൻ്റെ അപ്ഡേറ്റിലായിരുന്നു. ഈ ഒരു ടാപ്പ് സ്വാപ്പിൻ്റെ തന്നെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ടോൺ ബ്ലോക്ക് ചെയിനിലാണ് പുറത്തിറങ്ങാനായിട്ട് പോകുന്നതെന്ന്. പക്ഷേ ഇതിനെക്കുറിച്ച് ടോണിൻ്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലായിട്ട് യാതൊരുവിധ അപ്ഡേറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും സംശയിച്ചിട്ടാണ് ഈ ഒരു ടാപ്പ് സ്വാപ്പിൻ്റെ കാര്യത്തിൽ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ നമുക്ക് ടോൺ ബ്ലോക്ക് ചെയിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടോണിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലേക്ക് ഒന്ന് പോകാം. നമുക്ക് ടോണിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ നോക്കുകയാണെങ്കിൽ ഇന്നിട്ടിട്ടുള്ള അവരുടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോസ്റ്റ് കാണാനായിട്ട് പറ്റും. അതായത് ടാപ്പ് സ്വാപ്പിനെ ഡയറക്റ്റായിട്ട് മെൻഷൻ ചെയ്തും കൊണ്ട് നമ്മുടെ ടോൺ ബ്ലോക്ക് ചെയിൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. ഈ വരുന്ന ജൂൺ 19 ടാപ്പ് സ്വാപ്പും അതുപോലെ തന്നെ ടോണും കൂടെ ഒന്നിച്ച് ചേർന്നും കൊണ്ട് ഒരു AMA നടത്താനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു AMAയിൽ കുറേയധികം അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ ഒരു AMA എന്ന് പറയുന്ന പരിപാടി ജൂൺ 19 നമ്മുടെ ഈ ഒരു ടാപ്പ് സ്വാപ്പും അതുപോലെ തന്നെ ടോണും കൂടെ ഒന്നിച്ച് ലൈവായിട്ട് ട്വിറ്ററിൽ നടത്തുന്ന ഒരു പരിപാടിയാണ്. അവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് അവരോട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഈ ടാപ്പ് സ്വാപ്പിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അതിനൊക്കെ അവർ ലൈവായിട്ട് ഉത്തരങ്ങൾ പറയും. അതുപോലെ തന്നെ ഈ ഒരു ടാപ്പ് സ്വാപ്പ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിനെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് ജൂലൈ മാസത്തിലാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലിസ്റ്റിംഗ് വരുന്നതെന്ന്. സോ നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് 14 ദിവസമുണ്ട്. നമുക്ക് എത്രത്തോളം ഒരു പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടുമെന്ന് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി ലിങ്കും അതുപോലെ തന്നെ ഈ ഒരു ടാപ്പ് സ്വാപ്പിൽ എങ്ങനെ നമുക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും എന്നതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ മാക്സിമം ടാപ്പ് ചെയ്തിട്ട് എത്രത്തോളം പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നോ അത്രത്തോളം ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എത്രത്തോളം പോയിൻറ്റ്സ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നോ അതിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ ടോൺ ബ്ലോക്ക് ചെയിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജ് ഈ ഒരു ടാപ്പ് സ്വാപ്പിനെ ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്തില്ല. പക്ഷേ ടാപ്പ് സ്വാപ്പൊക്കെ ഉൾപ്പെടുന്ന ഒരു ന്യൂസിൻ്റെ ആർട്ടിക്കിൾ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്വീറ്റിൽ അവർ ഹാംസ്റ്റർ കോമ്പാറ്റിനെ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, നമ്മുടെ ടാപ്പ് സ്വാപ്പിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും കുറേ അധികം ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇവർ ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കാമെന്ന്. ഇനി നമ്മൾ അങ്ങനെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്കറിയാം ഇപ്പം ഒഫീഷ്യലായിട്ട് ടോണിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടാപ്പ് സ്വാപ്പിൽ നമ്മളിപ്പം അവരുടെ ട്വിറ്റർ പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 5.6 മില്യൺ ഫോളോവേഴ്സാണുള്ളത്. ഹാംസ്റ്റർ കോമ്പാക്റ്റിന് ഏകദേശം 8.1 മില്യൺ ഫോളോവേഴ്സും ആണ് ഉള്ളത്. തീർച്ചയായിട്ടും ഹാംസ്റ്റർ കോമ്പാക്റ്റിനെക്കാട്ടും കൂടുതൽ ഫോളോവേഴ്സ് ആവേണ്ട പ്രൊജക്റ്റ് ആയിരുന്നു. ആ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് വളരെയധികം നെഗറ്റീവ് ന്യൂസുകൾ വന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫോളോവേഴ്സ് കൗണ്ടും കാര്യങ്ങളൊക്കെ താഴത്തേക്ക് പോയിട്ടുള്ളത്. ഇനിയിപ്പം ഈ ഒരു ടാപ്പ് സ്വാപ്പ് എന്നുള്ള പ്രൊജക്റ്റിൽ ഡൗട്ട് അടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ നിങ്ങളുടെ ഒഴിവ് സമയം ഇതിൽ മാക്സിമം ചിലവഴിക്കുക. നമുക്ക് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ സമയമാണ് ഇതിൽ നമ്മൾ ചിലവാക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഈ ഒരു അപ്ഡേറ്റ് ആണ് തരാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള വലിയൊരു അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.